നമസ്കാരം എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ സെഷൻ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അത് കാണുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കിടക്കാം. കഴിഞ്ഞൊരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ചാർജുകളെ കുറിച്ചിട്ടും ചാർജ് ചെയ്യാനുള്ള മെത്തേഡുകളെ കുറിച്ചിട്ടും അതുപോലെ ചാർജുകളുടെ പ്രോപ്പർട്ടിയെ കുറിച്ചിട്ടുമായിരുന്നു. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ചാർജുകൾ തമ്മിൽ എന്തുണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ. ലൈക്ക് ചാർജസ് ആണെങ്കിൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. ഓപ്പോസിറ്റ് ചാർജ് ആണെങ്കിൽ അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ അത് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്നത് ആ ഒരു ഫോഴ്സ് അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ലോ ആണേത്, കൂളോംസ് ലോ. നമുക്ക് കൂളോംസ് ലോയിലേക്ക് കടക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ചാർജുകൾ കൺസിഡർ ചെയ്യാണ്. Q1 എന്നുള്ളൊരു ചാർജും അതുപോലെ Q2 എന്നുള്ളൊരു ചാർജും. പോസിറ്റീവ് നെഗറ്റീവ് ഏതുമാവാം, നമ്മൾ രണ്ട് ചാർജുകൾ എടുത്തു, Q1 അതുപോലെ Q2. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് R എന്നും കൺസിഡർ ചെയ്യാം. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R. ഈ രണ്ട് ചാർജുകളും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് വാക്വത്തിലാണെന്നും കൺസിഡർ ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ സ്പേസ്. നമ്മുടെ ഇടയിൽ എന്തില്ല, വേറെ മീഡിയംസ് ഒന്നുമില്ല, ഫ്രീ സ്പേസ് അല്ലെങ്കിൽ വാക്വം ആണെന്ന് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ കൂളോംസ് ലോ പറയുന്നത് ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഈ രണ്ട് ചാർജുകളുടെയും പ്രൊഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഈ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്, അവ തമ്മിലുള്ള അവയുടെ ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ പ്രൊഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ ഇവ രണ്ടും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അവ തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ കൂളോംസ് ലോ പറയുന്ന ഇതാണ്, രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അവയുടെ പ്രൊഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്താ അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, ചാർജിൻ്റെ വാല്യൂ കൂടുന്തോറും ഏതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, ഫോഴ്സിൻ്റെ വാല്യൂം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അതേസമയം ഡിസ്റ്റൻസിനായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്, ഡിസ്റ്റൻസ് കൂടുന്തോറും എന്താ സംഭവിക്കുന്നത്, ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സിൻ്റെ വാല്യൂ എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ലോ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ടാകും, ഗ്രാവിറ്റേഷനിൽ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അതും ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ആയിരുന്നു. ഇതും എന്താണ്, ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. അപ്പോൾ കൂളോംസ് ലോ സ്റ്റേറ്റ് ചെയ്യുന്നതാണ്, ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ ടു ചാർജസ് is directly proportional to the product of the charges and inversely proportional to the square of distance between them. The force of attraction or repulsion between two charges is directly proportional to the product of the charges and inversely proportional to the square of distance between them. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് അവയുടെ പ്രൊഡക്റ്റിന് നേരാനുപാതത്തിലും ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഒറ്റൊന്നായിട്ട് എഴുതിക്കൂടെ. ഒറ്റൊന്നായിട്ട് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരും, F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. F ഈസ് ഈക്വൽ ടു F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. പ്രൊപ്പോർഷണാലിറ്റി ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, കോൺസ്റ്റൻറ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ് F ഈസ് ഈക്വൽ ടു 1/4πε0 അല്ലെങ്കിൽ ε0 Q1 Q2 ഡിവൈഡഡ് ബൈ R സ്ക്വയർ. നമ്മളിവിടെ യൂസ് ചെയ്ത കോൺസ്റ്റൻ്റ് ആണ് ഇത് 1/4πε0. ഇത് നമ്മൾ വായിക്കുക എപ്സിലോൺ, ഈ സിമ്പിളിന് പറയുന്ന പേരാണ് എപ്സിലോൺ. അത് വായിക്കേണ്ടത് സിമ്പിൾ. അപ്പോൾ ഇതിൽ ഇനി ഇത് എന്താണെന്ന് നോക്കി നോക്കി, ഈ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു പുതിയൊരു ടേം നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഏതാണ്, എപ്സിലോൺ 0. എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ അത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയത്തിന് ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കപ്പാസിറ്റി, അതിന് പറയുന്ന പേരാണെന്ത്, പെർമിറ്റിവിറ്റി. ദി എബിലിറ്റി ടു പാസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഒരു മീഡിയത്തിന് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാനുള്ള ഒരു എബിലിറ്റി, കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണെന്ത്, പെർമിറ്റിവിറ്റി എന്ന് പറയും. അത് ഫ്രീ സ്പേസ് ആണെങ്കിൽ, വാക്വം ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് എപ്സിലോൺ 0. അപ്പോൾ രണ്ട് ചാർജുകൾ
വാക്വത്തിൽ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ എയറിലാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? 1/4πε0 യൂസ് ചെയ്യുക. കാരണം ε0 എന്ന് പറയുന്നത് ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റിയാണ്. ഫ്രീ സ്പേസിന് ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കപ്പാസിറ്റിയാണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ε0 is equal to 8.854 into 10⁻⁻12 കൂളോം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇതാണ് ε0യുടെ വാല്യൂ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് അധികം ε0യുടെ ഈ വാല്യൂ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരാറില്ല. ഇവിടെ കേട്ടോ ഈ കേസിൽ ഇത് പ്രോബ്ലംസ് ഒക്കെ വരാറുള്ള ഒരു ഭാഗമാണ്. ഇത് വെച്ചിട്ട് ഫോഴ്സ് കാണാൻ, ഡിസ്റ്റൻസ് കാണാൻ, പെർമിറ്റിവിറ്റി കാണാൻ, പെർമിറ്റിവിറ്റി അല്ല റിലേറ്റീവ് പെർമിറ്റിവിറ്റി കാണാനൊക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ ε0യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1/4π അത് ഓൾറെഡി ഒരു കോൺസ്റ്റൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു കോൺസ്റ്റൻ്റ് കൂടി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ 1/4π ε0യുടെ വാല്യൂ നമുക്ക് 9 × 10⁻⁹ എന്ന് യൂസ് ചെയ്യാം. 1/4π ε0യുടെ വാല്യൂ ആണ് 9 × 10⁻⁹. അപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയറക്റ്റ് ഇത് യൂസ് ചെയ്താൽ മതി. അതേസമയം നമുക്ക് ε0യുടെ വാല്യൂ ആവശ്യം വരാറുള്ള സന്ദർഭങ്ങളും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? കുളോംസിൽ പറഞ്ഞു. കുളോംസിൽ പറയുന്നത് എന്താണ്? രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിന് നേരാനുപാതത്തിലാണ്? ആ ചാർജിൻ്റെ പ്രൊഡക്റ്റിന് നേരാനുപാതത്തിലും ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് വിപരീത അനുപാതത്തിലും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലുമാണ്. അതുപയോഗിച്ചിട്ട് നമ്മൾ കുളോംസിലേക്കുള്ള ഇക്വേഷൻ എഴുതി. F is equal to 1/4π ε0 Q1 Q2 divided by R². അവിടെ യൂസ് ചെയ്ത പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആണ് 1/4π ε0. അതിൽ ε0ക്ക് നമ്മൾ പറയുന്ന പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഫ്രീ സ്പേസിന് ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കപ്പാസിറ്റി. അതിൻ്റെ വാല്യൂ ആണ് 8.854 × 10⁻⁻12 കൂളോം സ്ക്വയർ പെർ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 1/4π ε0യുടെ വാല്യൂ ആണ് എന്ത്? 9 × 10⁻⁹. ഇത്രയുമാണ് കൂളോംസിനെ കുറിച്ച് ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഇതിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി നോക്കി നോക്കാം. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് 1 കൂളോംബ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റും. കൂളോംബ് എന്ന് പറയുന്നത് എന്താണ്? ചാർജിൻ്റെ യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ ആ ചാർജിൻ്റെ യൂണിറ്റ് നമുക്ക് ഈ ഒരു ലോ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്യാം. ഏത് ഇക്വേഷൻ? F is equal to 1/4π ε0 Q1 Q2 divided by R². ഇക്വേഷൻ ഇതിൽ Q1ൻ്റെ വാല്യൂ 1 കൂളോം, Q2ൻ്റെ വാല്യൂ 1 കൂളോം, ആറിൻ്റെ വാല്യൂ 1 മീറ്റർ കൺസിഡർ ചെയ്യാം. ജസ്റ്റ് വാല്യൂസ് Q1ൻ്റെ വാല്യൂ എത്ര നമ്മളെടുത്തത്? 1 കൂളോം, ഒരു കൂളോംബാണെന്ന് കൺസിഡർ ചെയ്യാം. Q2ൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? 1 കൂളോംബാണ്. അവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 1 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂസ് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? F is equal to 1/4π ε0 Q1 Q2 by R². 1 × 1 divided by 1² 1 അല്ലേ. അപ്പോൾ അത് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പോൾ 1/4π ε0യുടെ വാല്യൂ എത്രയാണ്? 9 × 10⁻⁹. ഫോഴ്സിൻ്റെ വാല്യൂ എത്ര കിട്ടി? 9 × 10⁻⁹ ന്യൂട്ടൺ. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമുക്ക് ഏതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? 1 കൂളോംബിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കും? ഇവിടെ നോക്കുക. 1 കൂളോംബ് എന്ന് പറയുന്നത് ആ ചാർജാണ്. ഏത് ചാർജ്? ഒരു ഈക്വൽ ചാർജുമായിട്ട് 1 മീറ്റർ ഡിസ്റ്റൻസിലിരിക്കുമ്പോൾ 1 കൂളോംബ് എന്ന് പറയുന്ന ചാർജ് ഈക്വൽ ചാർജുമായിട്ട് 1 മീറ്റർ ഡിസ്റ്റൻസിലിരിക്കുമ്പോൾ അവ തമ്മിലുള്ള ഫോഴ്സ് എത്രയായിരിക്കണം? 9 × 10⁻⁹ ന്യൂട്ടൺ ആയിരിക്കണം. അപ്പോൾ ഒരു ചാർജ് ഈക്വൽ ചാർജിൽ നിന്നും 1 മീറ്റർ ഡിസ്റ്റൻസിലിരിക്കുമ്പോൾ അവ തമ്മിലുള്ള ഫോഴ്സ് 9 × 10⁻⁹ ന്യൂട്ടൺ ആണെങ്കിൽ ആ ചാർജിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? 1 കൂളോംബ്. 1 coulomb is the charge that is placed 1 meter apart from an equal charge in vacuum experiences a force of 9 × 10⁻⁹ Newton. 1 coulomb is the charge when placed 1 meter apart from an equal charge at a distance 1 meter in vacuum experiences a force of 9 × 10⁻⁹ Newton. 9 × 10⁻⁹ ന്യൂട്ടൺ ഫോഴ്സ് വരണമെങ്കിൽ ഒരു ചാർജ് അതിൻ്റെ ഈക്വൽ ചാർജിൽ നിന്ന് 1 മീറ്റർ ഡിസ്റ്റൻസിലിരിക്കുമ്പോൾ ഈ ഫോഴ്സ് വരണമെങ്കിൽ എത്ര ചാർജ് വേണോ ആ ചാർജാണ് 1 കൂളോംബ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇതിൽ ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പറഞ്ഞ കേസ് ഏത് മാത്രമായിരുന്നു? ചാർജ് വാക്വത്തിലിരിക്കുമ്പോഴുള്ള ഫോഴ്സ് മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. എപ്പോഴും ചാർജുകൾ വാക്വത്തിലിരിക്കണം എന്നുണ്ടോ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ വരണമെന്നുണ്ടോ? മീഡിയത്തിൽ വരാം അല്ലേ? മീഡിയത്തിലാണ് വരുന്നതെങ്കിൽ എഫ് മീഡിയം നമുക്ക് കാണാനുള്ള ഇക്വേഷനാണ് 1/4πε Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. 1/4πε Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ എപ്സിലോണിന് പറയുന്ന പേരെന്തായിരിക്കും? ഇവിടെ എപ്സിലോൺ 0 പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആയിരുന്നു. ഇവിടെ എന്തായിരിക്കും? നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു മീഡിയമാണ്. ഇപ്പോൾ ചാർജ് വാട്ടറിലോ ഗ്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യുക, ഒരു മീഡിയ അല്ലേ. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം. ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ് ആര്? എപ്സിലോൺ. നമുക്ക് എപ്സിലോണും എപ്സിലോൺ 0യും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. നമ്മൾ അധികം യൂസ് ചെയ്യാറ് അതാണ് ഇക്വേഷനിൽ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ ഇതാണ്: എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ. എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ. ഇപ്പോൾ എപ്സിലോൺ നമ്മൾ പറഞ്ഞു എന്താണ്? മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ്. ഒരു മീഡിയത്തിന് ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കപ്പാസിറ്റിയാണ്. എപ്സിലോൺ 0 എന്ന് പറയുന്നത് എന്താണ്? ഫ്രീ സ്പേസിന് ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടാനുള്ള കപ്പാസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. റിലേറ്റീവ് പെർമിറ്റിവിറ്റി നമുക്ക് പലപ്പോഴും പ്രോബ്ലംസ് ഒക്കെ തരുന്ന സമയത്ത് ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ വാല്യൂ ഒക്കെ ആയിരിക്കും തരിക. നമുക്ക് എപ്സിലോൺ വെച്ചിട്ട് അധികം ചെയ്യാൻ വരാറില്ല. എപ്സിലോൺ 0യും എപ്സിലോൺ ആറും. കാരണം എപ്സിലോൺ 0 വെച്ചിട്ടുള്ള ഇതിൻ്റെ വാല്യൂ നമുക്കറിയാം. ഇത് കൂടി കിട്ടിയാൽ മതി, എപ്സിലോൺ ആറ് കൂടി കിട്ടിയാൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അധികം വരാറ് ഈ ഒരു ടേം ഉപയോഗിച്ചിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെയും കൂടി ഒന്ന് മാറ്റി എഴുതാം. എഫ് മീഡിയം ഈസ് ഈക്വൽ ടു 1/4πε 0 എപ്സിലോൺ ആർ. എപ്സിലോണിന് പകരം നമ്മൾ എന്ത് കൊടുക്കുകയാണ്? എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ ആർ. Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ ഒരു മീഡിയത്തിലാണെങ്കിൽ കാണാനുള്ള ഇക്വേഷനാണിത്. ഇവിടെ എപ്സിലോൺ ആറിൻ്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം കേട്ടോ. ഇവിടെ പറയാൻ വിട്ടുപോയതാണ്. എപ്സിലോൺ ആർ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം? എപ്സിലോൺ ആർ ഈസ് ഈക്വൽ ടു എന്താ വരിക? എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. അതായത് മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റിയെ ഫ്രീ സ്പേസിൻ്റെ പെർമിറ്റിവിറ്റി ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അവ തമ്മിലുള്ള റേഷ്യോ എടുത്താൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റിയാണ് ഏത്? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇറ്റ് ഈസ് ദി റേഷ്യോ ബിറ്റ്വീൻ പെർമിറ്റിവിറ്റി ഓഫ് ദി മീഡിയം ആൻഡ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. അതിൻ്റെ റേഷ്യോയ്ക്ക് പറയുന്ന പേരാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അത് ഉപയോഗിച്ചിട്ടുള്ള ഇക്വേഷനാണ് എഫ് മീഡിയം ഈസ് ഈക്വൽ ടു 1/4πε 0 എപ്സിലോൺ ആർ Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അപ്പോൾ നമ്മൾ രണ്ട് കേസുകൾ വരെ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? രണ്ട് ചാർജുകൾ ഫ്രീ സ്പേസിൽ ഇരിക്കുകയാണെങ്കിലുള്ള ഇക്വേഷനാണ് ഇത്. രണ്ട് ചാർജുകൾ ഒരു മീഡിയത്തിൽ ഇരിക്കുകയാണെങ്കിലുള്ള ഇക്വേഷനാണ് ഇത്. 1/4πε 0 എപ്സിലോൺ ആർ Q1 Q2 ബൈ ആർ സ്ക്വയർ. ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏത് കൂടി ഡിഫൈൻ ചെയ്തു? കൂളോം എന്താണ്? 1 കൂളോം എന്താണെന്നുള്ളതും ഡിഫൈൻ ചെയ്തു ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. രണ്ട് ചാർജുകൾ എയറിലിരിക്കുകയാണ്. രണ്ട് ചാർജുകൾ എയറിൽ ഒരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു എക്സാമ്പിൾക്ക് ഒരു 10 കൂളോം ചാർജും ഒരു 20 കൂളോം ചാർജും എയറിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ സിസ്റ്റത്തിനെ അതേപോലെ നമ്മൾ എടുത്തിട്ട് വാട്ടറിലേക്ക് ഇമ്മേഴ്സ് ചെയ്യണം. എയറിലിരിക്കുന്ന ഒരു ചാർജിൻ്റെ സിസ്റ്റത്തിന് ചേഞ്ച് ഒന്നും വരാതെ, ആൾട്ടർ ചെയ്യാതെ, ഡിസ്റ്റൻസും ചാർജൊന്നും മാറ്റാതെ നേരെ എങ്ങോട്ട് ഇമ്മേഴ്സ് ചെയ്യാണ്? വെള്ളത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിന് എന്ത് ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുക മീഡിയം മാറുമ്പോൾ? നോക്കാം. നമുക്ക് ഫ്രീ സ്പേസിൽ ഇക്വേഷൻ എന്താണ്? എഫ് ഈസ് ഈക്വൽ ടു 1/4πε 0 ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ? മീഡിയത്തിലേക്ക് വരുമ്പോഴോ 1/4πε 0 എപ്സിലോൺ ആർ ഇൻറ്റു Q1 Q2 ബൈ ആർ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അവിടെ ചേഞ്ച് വരിക? ഫ്രീ സ്പേസിലുള്ളതിനേക്കാൾ ഏത് ടേം ഇവിടെ കൂടുതലുണ്ട്? ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ കൂടുതലുണ്ട്. അങ്ങനെയാണെങ്കിൽ അവ തമ്മിലുള്ള ഒരു ഇക്വേഷൻ നമുക്ക് എഴുതാം. എഫ് മീഡിയം ഈസ് ഈക്വൽ ടു എഫ്
എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ ആർ. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ചാർജിനെ നമ്മൾ ഫ്രീ സ്പേസിൽ നിന്നും ഒരു മീഡിയത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? അവ തമ്മിലുള്ള ഫോഴ്സ് എത്ര ടൈംസ് ആയിട്ട് കുറയും? എപ്സിലോൺ ആർ ടൈംസ് ആ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അത്രയും ടൈംസ് ആയിട്ട് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ രണ്ട് ചാർജുകൾ തമ്മിൽ എപ്പോഴും മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏത് മീഡിയത്തിലാണ്? വാക്വത്തിലാണ്, അല്ലെങ്കിൽ ഫ്രീ സ്പേസിലാണ്. രണ്ട് ചാർജുകൾ തമ്മിൽ എപ്പോഴും എന്തുണ്ടാവുക? മാക്സിമം ഫോഴ്സ് ഉണ്ടായിരിക്കുക. അത് ഓർത്ത് വയ്ക്കുക. മീഡിയത്തിലേക്ക് വരുമ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ എന്താ ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തായിരുന്നു? ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. എന്തൊക്കെ പറഞ്ഞു? കൂളോംസ് ലോ പറഞ്ഞു. എന്തായിരുന്നു കൂളോംസ് ലോ? ദി ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൽഷൻ ബിറ്റ്വീൻ two charges is directly proportional to the product of the charges and inversely proportional to the square of distance between them. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടുത്തെ കോൺസ്റ്റന്റ് പറഞ്ഞു 1/4πε0. അവിടുത്തെ ഇക്വേഷൻ ആണ് F is equal to 1/4πε0 Q1 Q2 by R square. എപ്സിലോൺ സീറോയുടെ വാല്യൂ 8.854 into 10⁻⁻12. അതിന് പറഞ്ഞ പേരാണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. പിന്നീട് 1/4πε0യുടെ വാല്യൂ പറഞ്ഞു 9 into 10⁻9. പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരും, വാല്യൂ ഓർത്ത് വെക്കുക. പിന്നീട് ഇത് ഉപയോഗിച്ച് നമ്മൾ 1 കൂളോംബിനെ ഡിഫൈൻ ചെയ്തു. 1 കൂളോംബ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഈക്വൽ ചാർജിൽ നിന്നും 1 മീറ്റർ ഡിസ്റ്റൻസിൽ ഇരിക്കുമ്പോൾ ഫോഴ്സിൻ്റെ വാല്യൂ 9 into 10⁻9 ആവുകയാണെങ്കിൽ ആ ഫോഴ്സിന് പറയുന്ന ആ ചാർജിന് പറയുന്ന പേരാണെന്ത്? 1 കൂളോം. പിന്നെ പറഞ്ഞത് ഒരു മീഡിയത്തിലേക്ക് വരുമ്പോൾ ഫോഴ്സിന് എന്താ സംഭവിക്കുന്നത്? അവിടെ വ്യത്യാസം വരുന്ന ഏത് മാത്രമാണ്? മീഡിയമാണ്. ചാർജിൻ്റെ വാല്യൂ ഡിസ്റ്റൻസ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എപ്സിലോൺ സീറോയ്ക്ക് പകരം പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിന് പകരം നമ്മൾ ഏത് യൂസ് ചെയ്യണം? ആ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി യൂസ് ചെയ്യണം. ചിലപ്പോൾ നമുക്ക് മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി തന്നിട്ടുണ്ടാവില്ല. തന്നിട്ടുള്ള വാല്യൂ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആയിരിക്കും. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ് തന്നിട്ടുള്ളതെങ്കിൽ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി കാണാനുള്ള ഇക്വേഷനാണ് എപ്സിലോൺ സീറോ ഇൻറ്റു എപ്സിലോൺ ആർ. ഫ്രീ സ്പേസിനെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് ഇത്. പിന്നീട് നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റം ഓഫ് ചാർജസിൽ എപ്പോഴും മാക്സിമം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക അത് എവിടെ ഇരിക്കുമ്പോഴാണ്? ഫ്രീ സ്പേസിൽ അല്ലെങ്കിൽ വാക്വത്തിൽ ഇരിക്കുമ്പോഴാണ്. അത് നമ്മളൊരു മീഡിയത്തിലേക്ക് ഇമ്മേഴ്സ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ആ എപ്സിലോൺ ആർ ടൈംസ് ആയിട്ട് അല്ലെങ്കിൽ ആ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയുടെ അത്രയും ടൈംസ് എന്ത് ചെയ്യും? ആ ഫോഴ്സിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഇത്രയുമാണ് കൂളോംസ് ലോയിൽ നമുക്ക് പറയാനുള്ളത്. ഇനി കൂളോംസ് ലോ നമുക്കറിയാം എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഫോഴ്സ് ആണ് കാണുന്നത് അല്ലേ? ഫോഴ്സ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ എഴുതിയത് എന്ത് മാത്രമേ ഉള്ളൂ? ഈ എഴുതിയത് മാഗ്നിറ്റ്യൂഡ് വന്നിട്ടുണ്ടോ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. ഡയറക്ഷൻ ഇതിലെന്ത് ചെയ്തിട്ടില്ല? റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തൊരു സെഷനിൽ നോക്കാനുള്ളത് അതാണ്, എങ്ങനെ ഇതിനെ വെക്റ്റർ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ രണ്ടിലധികം ചാർജുകൾ ഉണ്ടെങ്കിൽ, ഇവിടെ ഇക്വേഷൻ എഴുതിയിട്ടുള്ള എത്ര ചാർജിനാണ്? 2 ചാർജിനാണ് അല്ലേ? അപ്പോൾ രണ്ടിലധികം ചാർജുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാം? ആ കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.